ദൈവനാമത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഒരു ബൈബിൾ സ്റ്റഡിയും കൂടെ നമ്മൾ ഇന്നത്തെ ദിവസം ആ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിന്റെ കണ്ടിന്യൂഷനായിട്ട് തുടങ്ങുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ദൈവത്തെ അറിയുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങിയത്. പല വിഷയങ്ങൾ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവം എന്ന ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആസ് എ പേഴ്സൺ നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ സർവജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം. ഓക്കെ, ഹീസ് ഓംനിസെന്റ്, സർവജ്ഞാനിയായിട്ടുള്ള ദൈവം. ആ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കുറച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ സ്റ്റഡി ഇന്നത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതിലെ നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആദ്യത്തെ വാക്യം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജെറമിയ 29:11. നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം വായിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ അതൊന്ന് എടുക്കാം. ജെറമിയ 29:11. ഓക്കെ, അതിന് എഴുതിയിരിക്കുന്ന നമ്മളെല്ലാം സാധാരണ പറയുന്ന ഒരു വാക്യമാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. നമ്മൾ ദൈവത്തിന്റെ സർവ്വവിധമായ സകല തരത്തിലുള്ള മീൻസ് എല്ലാ ഏരിയയിലുമുള്ള ദൈവത്തിന്റെ അറിവിനെ കുറിച്ചാണ്. എന്നാൽ അതിന് എല്ലാം ഒന്നും നമുക്ക് പറയാനുള്ള അവകാശമില്ലാത്തതുകൊണ്ട് നമ്മളെ ബേസ് ചെയ്ത് നമ്മളെ റിലേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ അതിന് ആധാരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കൊണ്ട്. അപ്പൊ നമ്മൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി ഉണ്ട്. ആ ശുഭഭാവി എന്ന് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് നമ്മളെക്കുറിച്ച് ചില വിചാരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്താണെന്ന് ആഗ്രഹിക്കുന്നത്, നമുക്ക് ചില ഭാവി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചില ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കള്, അല്ലെങ്കിൽ നമുക്കുള്ളവര്, നമ്മളെ സ്നേഹിക്കുന്നവര് ഒക്കെ, അതുപോലെ നമ്മളെ കുറിച്ച് നല്ല ശുഭാപ്തി വിശ്വാസമുള്ള വേറെ പലരും ഉണ്ട്. അവരും ഒക്കെ നമ്മളെക്കുറിച്ച് പല കാര്യങ്ങളൊക്കെ അവർ ആഗ്രഹിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ദൈവം നമ്മളെക്കുറിച്ച് പ്രത്യാശ വെച്ചിരിക്കുക, അല്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഉദ്ദേശത്തിന് ഒരിക്കലും തുല്യമാകത്തില്ല, അതിനടുത്ത് പോലും വരത്തില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ആഗ്രഹിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസികർ ആഗ്രഹിക്കുന്നോ അതൊന്നുമല്ല നമുക്ക് ആഗ്രഹിക്കേണ്ടത്. കാരണം അതൊക്കെ ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ വളരെ ദൂരത്ത് പോലും വരത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ദൈവം നമ്മളെക്കുറിച്ച് എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ എത്തിച്ചേരണം എന്നുള്ളത്. അതേ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമാകത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, എന്ന് പറയുന്നത്, ആ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. പൗലോസിന് ഒരു ലക്ഷ്യമുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് ദൈവം എന്നെ എന്തിനു വിളിച്ചോ, എന്ത് ഉദ്ദേശത്തിൽ വിളിച്ചോ, എന്നെക്കുറിച്ച് എന്താണോ ഭാവിയിലേക്ക്, നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്കൊക്കെ ദൈവം പൗലോസിനെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്, എനിക്ക് ആ ലക്ഷ്യത്തിലെത്തണം. ആ പൗലോസിന്റെ അതേ ആശ തന്നെ ആയിരിക്കണം നമ്മുടേത്. അതായിരിക്കണം നമ്മൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. അത് വരുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണം, അതിലേക്ക് നിങ്ങളേക്ക് എത്തിക്കാൻ തക്കവണ്ണം നിങ്ങളെ എപ്രകാരമാണ് ട്രെയിൻ ചെയ്യേണ്ടത്, എപ്രകാരമാണ് തയ്യാറാക്കേണ്ടത്, ഏതെല്ലാം തരത്തിലുള്ള സർക്കംസ്റ്റാൻസസ് കൂടാണ് നിങ്ങളെ കൊണ്ടുപോകേണ്ടത്, ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസ്, ഏതെങ്കിലും തരത്തിലുള്ള ലെസൺസ് ആണ്, ആത്മീക ലെസൺസ് ആണ് നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതെന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ദൈവമാണ്. അപ്പൊ ആ ദൈവത്തിന്റെ ജ്ഞാനം അനുസരിച്ചാണ് ദൈവം ഇത് നമ്മുടെ ജീവിതത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മളെ കുറിച്ചുള്ള ഭാവി ഉദ്ദേശത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ്, ആ ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അതായത് ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ, അതായത് ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ നിങ്ങളെ പോലും ദൈവം അറിയിക്കുന്നില്ല.
അതുപോലെ നമ്മുടെ മാതാപിതാക്കളെ അറിയിക്കുന്നില്ല, ആരെയും അറിയിക്കുന്നില്ല. ആത്മീയ ഗോളത്തിലും ആരെയും അറിയിച്ചിട്ടില്ല, ദൈവത്തിന് മാത്രമേ അറിയിച്ചു. എന്നിട്ട് ദൈവമാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ദൈവമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നതും ആ ഉദ്ദേശത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തിക്കൊണ്ട് പോകേണ്ടതിനായിട്ടാണ്. ഓക്കെ, ദൈവം അത് മറ്റൊരാളോട് പറയാതിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ പോലും വില്ലിങ് ആകത്തില്ല. കാരണം ഇപ്പൊ തന്നെ യോസഫിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ, യോസഫിനെ കുറിച്ച് ദൈവം ഒരു സ്വപ്നത്തിൽ ഒരു ദർശനം കൊടുത്തിട്ട് യോസഫിനെ എന്താക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഒരു ദർശനം കൊടുത്തു, സ്വപ്നത്തിൽ കൊടുത്തു. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം യോസഫിനെ കൊണ്ടുപോകുന്ന വഴികൾ അത് നേരത്തെ യോസഫിനോട് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിലോ മറ്റാരെങ്കിലും ഡിസ്കസ് ചെയ്തിരുന്നെങ്കിലോ അത് യോസഫിന്റെ ഇപ്പൊ കുഴിയിലിട്ടു, യോസഫിനെ കുഴിയിലിട്ടു, അതിനുശേഷം ഇഷ്മയിലെ കച്ചവടക്കാർക്ക് വിറ്റു, അതിനുശേഷം പോത്തിഫറിന്റെ ഭവനത്തിൽ ചെന്ന് പല വിഷയങ്ങളൊക്കെ ഉണ്ടായി. അവിടെ അതെല്ലാം നമുക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഡിസ്ക്ലോസ് ചെയ്യുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ യോസഫ് പോലും അതുപോലുള്ള അനുഭവങ്ങളിലേക്ക് പോകാൻ വില്ലിങ് ആകത്തില്ല. അതുപോലെ തന്നെ ആരെയും ആ വിഷയങ്ങൾ അറിയിച്ച ചിലപ്പോൾ പിശാചോ അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും ഒരു ആത്മീയ ദുശക്തികൾ അറിഞ്ഞാൽ അതിനെ മുടക്കാനൊക്കെ അവർ ശ്രമിക്കും, ആ കാര്യങ്ങളൊക്കെ ശ്രമിക്കും. അപ്പം അതുകൊണ്ട് കർത്താവ് എന്തായാലും ദൈവം ഒരിക്കലും തന്റെ ഉദ്ദേശങ്ങൾ നമ്മളെക്കുറിച്ചുള്ളതോ ആരെക്കുറിച്ചുള്ളതോ ദൈവത്തിന്റെ മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ആരോടും ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. നമുക്ക് ഇത്ര മാത്രം ചെയ്താൽ മതി, ദൈവത്തിന്റെ ജ്ഞാനത്തിലും ദൈവത്തിന്റെ വിശ്വസ്തതയിലും നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. ദൈവം ഒരിക്കലും മാറാത്ത ദൈവമാണ്, ദൈവം വിശ്വസ്തനായ ദൈവമാണ്, ദൈവ സ്നേഹമാണ്, നമ്മളെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ദൈവമാണ്, നമ്മളെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഒരിക്കൽ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളോട് കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, ഒരിക്കലും അത് തിന്മയ്ക്കല്ലെന്നത് നമുക്ക് ദോഷമായിട്ട് വരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല. ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ചില വിഷയങ്ങൾ കൂടെ കടന്നുകൊണ്ടും കൂരിൽ താഴ്വൽ കൂടെ ഒക്കെ ചിലപ്പോൾ നടന്നു പോകേണ്ടി വരും. പക്ഷെ ആ കൂരിൽ താഴ്വയൊന്നും നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കാനല്ല, പക്ഷെ നമ്മുടെ യാത്രയിൽ അതിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമ്മളിൽ വേണ്ട തരത്തിലുള്ള ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ ആ ഉദ്ദേശത്തിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന ഓരോരോ വഴികളാണ് അതൊക്കെ, ഓരോരോ നമുക്ക് കടന്നു പോകേണ്ടുന്ന, നമ്മളെ ഒരുക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ശുഭാരും അവ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ അതിൽ നമുക്ക് പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഭക്തതയുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. അതിൽ നമുക്ക് പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിനെ തുടർന്ന് ഒന്ന് രണ്ട് വാക്യങ്ങളോടൊന്ന് വായിക്കാം. ഓക്കെ, സങ്കീർത്തനങ്ങൾ 111 ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം. സങ്കീർത്തനങ്ങൾ 111 അതിന്റെ 10, ഇതിൽ 10 അത് നമ്മുടെ ബൈബിളിൽ 11 തോന്നുന്നു. 10 അതിനെതിരിക്കുന്നത് അതിലെ ആദ്യത്തെ ഭാഗം, അത് മുഴുവൻ വാക്യം ഇതാണ്: അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു, തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു, അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരമാകുന്നു. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്ന ഭാഗം, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അത് അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. അതിനാ ഭാഗം യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. നമുക്കറിയാം ഏറ്റവും വലിയ ജ്ഞാനി എന്ന് പറയുന്നത് ദൈവമാണ്. പക്ഷെ നമുക്കും ദൈവം ആവശ്യമുള്ള ജ്ഞാനം തന്നിട്ടുണ്ട്. അത് പക്ഷെ നമുക്ക് ലഭിച്ചതൊക്കെ ദൈവത്തിൽ നിന്നാണ്. അപ്പം ശരിയായിട്ടുള്ള ജ്ഞാനിയും ജ്ഞാനം നൽകുന്നതും ഒക്കെ ദൈവമാണ്. ഓക്കെ. അപ്പൊ ആ ദൈവത്തെ മനസ്സിലാക്കുന്നതും ആ ദൈവത്തിന്റെ മനസ്സിലാക്കുന്ന, ആ ദൈവത്തെ അറിയുന്നതും ദൈവ ഇഷ്ടങ്ങൾ അറിയുന്നതും അതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. നമുക്ക് പല പല സബ്ജക്റ്റുകൾ ഭൂമിയിൽ പഠിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ദൈവം ഉണ്ടാക്കിയ സബ്ജക്റ്റുകളും ദൈവത്തിന്റെ മനസ്സിൽ തൊങ്ങിയ അല്ലെങ്കിൽ ദൈവം പ്ലാൻ ചെയ്ത ശാസ്ത്രങ്ങളും ഒക്കെയാണ് അത് നമുക്ക് ബുക്കുകളായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വന്ന ജ്ഞാനമാണ്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മൾ പഠിക്കുമ്പോൾ അവരാണ് ഏറ്റവും വലിയ ജ്ഞാനികൾ. അപ്പൊ ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുകയും ഭയപ്പെടുകയും അറിയാൻ ശ്രമിക്കുന്നതുമാണ് ജ്ഞാനത്തിന്റെ ആരംഭം. കാരണം ജ്ഞാനത്തിന്റെ ഉറവിടം ദൈവമാണ്. ഏത് സബ്ജക്റ്റ് ആയാലും ഏത് വിഷയമായാലും അതിൻ്റെ എല്ലാം ഉറവിടം ദൈവമാണ്.
അപ്പൊ ആ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ആ ദൈവത്തിന്റെ വിചാരങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ആ വ്യക്തിയേക്കാൾ വലിയ ജ്ഞാനി മനുഷ്യരൂപത്തിൽ വേറെ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനികളുടെ ഉറവിടമായ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും ദൈവത്തിന്റെ മനസ്സിനെക്കുറിച്ചും ഒക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. യഹോവ ഭക്തി, അതായത് ദൈവത്തെ അറിയുക. ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ അറിയുക, ദൈവത്തെ മനസ്സിലാക്കുക, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കുക. അതെല്ലാം ആ വാക്യത്തിനകത്തുണ്ട്. അപ്പോൾ ആ ഭക്തി, യഹോവയെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനം, ഇതെല്ലാം ആ ഭക്തിക്കകത്ത് വരുന്നതാ. ആ ഭക്തി എന്ന് പറഞ്ഞാൽ അതൊരു ആദരവും ഭയവും ബഹുമാനവും ആരാധനയും ഇതെല്ലാം അതിനകത്തുണ്ട്. പക്ഷെ അതോടൊപ്പം ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, അത് എല്ലാം അതാണ്. ഭക്തിയായിട്ടുള്ളവർക്ക് മാത്രമേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള കഴിവ് കിട്ടത്തുള്ളൂ, അറിയാനുള്ള അനുവാദം കിട്ടത്തുള്ളൂ, ആ കൃപ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. നമുക്ക് ഒരു വാക്യം കൂടെ ഒരു വാക്യം കൂടെ നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ആയിട്ടുള്ള കാര്യത്തിൽ ദൈവത്തിന്റെ അറിവിനെ കുറിച്ച്, ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് 1 തിമോത്തി 1:12. 1 തിമോത്തി 1:12 ഞാനിത് വായിക്കുന്നു. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എന്ന് പറഞ്ഞാല് എന്നെ, അതായത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പൗലോസ് അപ്പോസ്തലൻ നേരത്തെ ശൗലായിരുന്നു. ശൗൽ എന്തൊക്കെയാ പണ്ടൊക്കെ അതിനു മുമ്പ്, കർത്താവിൽ വരുന്നതിന് മുമ്പ് ദമാസ്കസ് റോഡിൽ വെച്ച് പൗലോസിനെ കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് പിടിക്കുന്നതിന് മുമ്പ് പൗലോസ് എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെയുള്ള എന്നെ കർത്താവ് കണ്ടു എന്നെ വിശ്വസ്തനെന്ന് എണ്ണി. ഞാൻ ആ സമയത്ത് ഈ ലോകപരമായിട്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് കർത്താവിന് നല്ലതുപോലെ അറിയാം. പക്ഷെ ഈ എന്നെ എന്താക്കി മാറ്റാൻ കഴിയും എന്നുള്ള പ്രീ നോളജ് ദൈവത്തിനുണ്ട്, കർത്താവിനുണ്ട്. അതുകൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ അന്നേരം എന്നെ വിളിച്ച സമയത്ത് ഞാൻ വിശ്വസ്തനായിരുന്നില്ലായിരിക്കാം, പക്ഷെ എന്നെ വിശ്വസ്തനാക്കാൻ കഴിയും എന്ന് ഉള്ള പ്രീ നോളജ് ദൈവത്തിനുണ്ട്, മുൻ അറിവ് ദൈവത്തിനുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്നെയും നിങ്ങളുടെയും ഒക്കെ. നമ്മൾ ആരും വിശ്വസ്തരായിട്ടോ ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ടോ ഈ ഭൂമിയിലായിരുന്നില്ല. പക്ഷെ നമ്മളെ അങ്ങനെ ആക്കി തീർക്കാൻ കഴിയും എന്ന് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന് ദൈവത്തിന് അറിയാം. ഇത് ഞാൻ ദൈവത്തിന്റെ ഓരോ തരത്തിലുള്ള അറിവുകളെ കുറിച്ചാണ്, എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതെന്നുള്ളതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഒരു അറിവാണ് ഞാൻ അവിടെ നിങ്ങളെ ഈ വാക്യത്തിലൂടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്രീ നോളജ് ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തെക്കുറിച്ച് ദൈവം ഓൾറെഡി അവലോകനം ചെയ്തിട്ടുണ്ട്. നിങ്ങളെ വിളിച്ചപ്പോൾ ദൈവം അതെല്ലാം കൂടെ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്ത ചില കാര്യങ്ങൾ കൂടെ ഒന്ന് വായിച്ച് ഇനിയിപ്പം കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ ദൈവത്തിന്റെ അറിവിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഈ സ്റ്റഡി നമുക്ക് നിർത്താം. ഓക്കെ, അതിന് ദാനിയേലിന്റെ പുസ്തകം വെറുതെ ചില കാര്യങ്ങളൊന്ന്, ഇത് ജനറൽ ആയിട്ടുള്ള ദൈവത്തിന്റെ അറിവിനെ കുറിച്ചാണ്. ദാനിയേലിന്റെ പുസ്തകം, അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ വാക്യത്തിന്റെ പ്രത്യേകത മാത്രം ഒന്ന് നോക്കിയാൽ മതി. 2:20 ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. അത് കഴിഞ്ഞ ഭാഗം എഴുതിയിരിക്കുന്നത് ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ എന്ന് പറയുമ്പോ, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ എന്ന് പറയുമ്പോൾ ജ്ഞാനം ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ള. എന്ന് പറഞ്ഞാൽ മറ്റാർക്കും ശരിയായിട്ടുള്ള ജ്ഞാനമില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. ശരിക്കും ജ്ഞാനമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ദൈവം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ഒരളവ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ദൈവത്തെ പോലെ ഒരു ജ്ഞാനി ആരും തന്നെയില്ല. ഈവൻ ശലോമോൻ ജ്ഞാനിയായിരുന്നെങ്കിലും ദൈവത്തിന് തുല്യമായിട്ട് ആ വ്യക്തിക്ക് ഒരിക്കലും ജ്ഞാനമില്ല. അപ്പൊ ഏറ്റവും വലിയ ജ്ഞാനി ആരാ? ദൈവത്തിന്റെ ഓംനിസെൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഏത് വിഷയത്തിലാകട്ടെ, അത് നമ്മുടെ വ്യക്തിഗതമായിക്കോട്ടെ, നമ്മുടെ അനാറ്റമി ആകട്ടെ, മറ്റുള്ള ഏത് ശാസ്ത്രമാകട്ടെ, അത് സയൻസ് ആകട്ടെ, ഹിസ്റ്ററി ആകട്ടെ, ജോഗ്രഫി ആകട്ടെ,
പൊളിറ്റിക്കൽ ഏത് വിഷയമാകട്ടെ, അത് മെഡിക്കൽ സയൻസ് ആകട്ടെ, എഞ്ചിനീയറിംഗ് ആകട്ടെ, പിന്നെ ഓരോരോ നിയമങ്ങളാകട്ടെ, അട്രാക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇങ്ങനെയുള്ള ഇതെല്ലാം ദൈവം നിർമ്മിച്ചതാണ്, ദൈവത്തിന്റെ ജ്ഞാനം അനുസരിച്ച് നിർമ്മിച്ചതാണ്. അതുപോലെ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഈ ആകാശഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും എല്ലാം അതിന്റെ ഓർബിറ്റ്സിനെ എല്ലാം നിശ്ചയിച്ചതൊക്കെ ദൈവത്തിന്റെ ജ്ഞാനം അനുസരിച്ചാ. അതല്ലേ സങ്കീർത്തനം 19:1 പറയുന്നത് അല്ലേ? ആകാശം എന്തിനാ പ്രസിദ്ധമാക്കുന്നത്? ആകാശം എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തിന്റെ മഹത്വമാണിത്. ഇങ്ങനെ നിങ്ങൾ ഈ കാണുന്ന ആകാശ നക്ഷത്രം എന്നുള്ള ആ ജ്ഞാനമാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നല്ലേ അത് പറയുന്നത്. ഇനി എന്തിന് ആകാശം മാത്രം വേണ്ട, നമ്മൾ വെറും ഒരു പൂ എടുത്താൽ മതി, ഒരു പൂ അല്ലെങ്കിൽ ഒരു ഇല എടുത്താൽ മതി. ആ ഇലയെ നമ്മളൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഇല എന്തോ ഡിസ്ക്ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തോ ഡിക്ലെയർ ചെയ്യുന്നത്, എന്നെ ഇത്രയും ജ്ഞാനത്തോടെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്നല്ലേ ഡിസ്ക്ലെയർ ചെയ്യുന്നത്. അതാണ് ദൈവത്തിന്റെ ജ്ഞാനം. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. ഒന്ന് രണ്ട് വാക്യങ്ങളുടെ ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രോവർബ്സ് 2:6, സദൃശ്യവാക്യങ്ങൾ 2:6. ഇവിടെ എഴുതിയിരിക്കുന്നത്, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അപ്പം നൽകുന്ന ആളിൻ്റെ കയ്യിലായിരിക്കുമല്ലോ ഏറ്റവും വലിയ ജ്ഞാനമുള്ളത്. അപ്പൊ മറ്റുള്ളവർക്ക് ജ്ഞാനം പകരുന്നത് തൻ്റെ ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ഭണ്ഡാരമായ കർത്താവിൽ നിന്നാണെന്നാണ്, ദൈവത്തിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്കൊക്കെ ചെറിയ ചെറിയ ജ്ഞാനങ്ങളൊക്കെ കിട്ടിയത്. ആ ജ്ഞാനത്തിന്റെ ഭണ്ഡാരമായിട്ടുള്ള സകലം നിറയുന്ന ആ ദൈവത്തിന്റെ നിറവിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവന്റെ വായിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത്? പരിജ്ഞാനവും വിവേകവും ഒക്കെ വരുന്നത്. നമ്മൾ അതിൽ ചിലതൊക്കെ എല്ലായ്പ്പോഴും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശരിക്കും പരിജ്ഞാനവും വിവേകവും ഒക്കെ ദൈവത്തിനാണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെന്തിനാണ് ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. പക്ഷെ എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ എങ്കിലും ഇതെല്ലാം ഒന്ന് ഓർത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ തന്നെ ദൈവത്തെ നമുക്ക് വിശ്വസിക്കണം, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യണം. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ പറയുമ്പോൾ നമ്മൾ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യണം എന്നാണ് അതിന്റെ അണ്ടർലൈൻഡ് ആയിട്ടുള്ള മീനിങ്. കാരണം ദൈവത്തിന്റെ ജ്ഞാനം അനുസരിച്ച് നമുക്കൊരു പക്ഷേ പല കാര്യങ്ങളും മനസ്സിലായിരുന്നൊക്കെ വന്നെന്ന് വരാം. അത് നമ്മുടെ ബുദ്ധിക്കുറവ് കൊണ്ട് നമുക്ക് അത്രയും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട്. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 46-ാം അധ്യായത്തിന്റെ 2 വാക്യങ്ങളൂടെ വായിക്കുന്നുണ്ട്. ഓക്കെ, യെശയ്യാവിന്റെ പുസ്തകം 46-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 46-ാം അധ്യായം 46 അതിന്റെ 10-ാം വാക്യം. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ മറ്റൊരു ഒരു പ്രത്യേകത. ഓക്കെ, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും, ഏതൊരു കാര്യമായിരുന്നാലും ശരി, അത് തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന് അതിന്റെ അവസാനം എന്താണെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ അങ്ങനെ ഒരു അറിവ് നമുക്കുണ്ടോ? നമുക്ക് ആ ജ്ഞാനവും ഇല്ല. അങ്ങനെയുള്ള ജ്ഞാനം ദൈവത്തിന് അങ്ങനെയുള്ള ജ്ഞാനവും ഉണ്ട്. അപ്പൊ ഇനി എന്ത് കാര്യമായിക്കൊള്ളട്ടെ, അതിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. എന്ന് പറഞ്ഞാൽ ദൈവം ഭൂമി സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ ഭൂമിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നു, ഭൂമിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നതും ഇതിന്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ദൈവത്തിന് പ്രീനോൾ നേരത്തെ ഉണ്ട്. നമുക്കങ്ങനെ ഒരു അറിവില്ല. നമുക്ക് ആ പ്രസന്റ് ടൈമിൽ കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അറിവേ ഉള്ളൂ. നമുക്ക് പിന്നെ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചേർത്ത് കമ്പയർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു സ്റ്റഡി നടത്താനേ ഉള്ള കഴിവൊക്കെ നമുക്കുള്ളൂ. പക്ഷെ ദൈവത്തിന് എക്സാക്റ്റ് ആയിട്ട് തുടക്കത്തിൽ തന്നെ അവസാനം, അത് ഏത് വിഷയത്തിലായാലും ഏത് വ്യക്തിയുടെ കാര്യത്തിലായാലും ദൈവത്തിന് അതറിയാം. അതാണ് ആരംഭത്തിങ്കൽ തന്നെ അവസാനവും, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത്. പൂർവ്വകാലത്ത് ഉൽപ്പത്തി സമയത്ത് തന്നെ ഇന്ന് 2025 എന്താ സംഭവിക്കാനുള്ള പോകുന്നതെന്നൊക്കെ ദൈവത്തിന് അറിയാം. അന്നത്തെ കാലത്ത്, ഇനി 2025 ഇതിന് ശേഷം എന്തെല്ലാമൊക്കെ സംഭവിക്കാൻ പോകുന്നു കർത്താവിന് ദൈവത്തിന് ഇതെല്ലാം നേരത്തെ അറിയാം. നമുക്കറിയാലോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് വന്നൊക്കെ അത് നമുക്കൊന്നും അറിവില്ലായിരുന്നു. അന്ന് അങ്ങനെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന് അതൊക്കെ അറിയാം. പൂർവ്വകാലത്ത് തന്നെ മേലെ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ ആലോചനയ്ക്ക് അനുസരിച്ചുള്ള, അതുകൊണ്ട് എന്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശത്തിലും പദ്ധതിയിലും ദൈവഹിതം അനുസരിച്ചുമാണ് ഇന്ന് ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ, ഭൂമിയിൽ നിന്നല്ല എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് ദൈവം തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ വായിക്കാറില്ലേ?
ഇല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്തിനാ ഇതൊക്കെ പറയുന്നത്? നമുക്കൊരു വെറും ഒരു ഇന്റലക്ച്വൽ നോളജ് തരാനല്ല. ആ ഇന്റലക്ച്വൽ നോളജ് ഇരുന്നോട്ടെ, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ദൈവത്തിൽ ശക്തിപ്പെടാം, ദൈവത്തിൽ ബലപ്പെടാം, ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവത്തിൽ നമുക്ക് ഉറയ്ക്കാം, നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഒരു വാക്യം കൊണ്ട് മാത്രം വായിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. അത് യെശയ്യാവിന്റെ പുസ്തകം 55:8-9. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്യം. ഒന്നുകൂടെ ഒന്ന് ഈ യഹോവയുടെ സർവ്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നതിന് അവസാനമായിട്ട് ഈ വാക്യം വായിച്ച് ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 55. നമ്മളിപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ് 55:8-9. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഇത് നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്കൊരിക്കലും ദൈവത്തിന്റെ ആലോചനകളെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു പക്ഷെ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായെന്നൊക്കെ വരും. പക്ഷെ ഒരു കാര്യം ട്രസ്റ്റ് ചെയ്യണം, ദൈവത്തിന്റെ വിചാരങ്ങൾ എപ്പോഴും നമ്മുടെ വിചാരങ്ങളെക്കാൾ വളരെ ഉന്നതമാണ്, ഉയർന്നത്. അതാണ് ഏത് വിഷയത്തിലായിരുന്നാലും. നമ്മൾ പലപ്പോൾ അതിനകത്ത് ഒരു നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും നമ്മളെ ഭൂമിയിൽ നമ്മൾ കാണുന്നത്, നമ്മുടെ ചുറ്റുപാടുള്ളതും ഒക്കെയാണ് നമ്മുടെ സബ്ജക്ട് ഓഫ് കൺസേൺ, അല്ലെ? അതാണ് നമ്മള്. പക്ഷെ ദൈവം ഇപ്പൊ നമ്മൾ ഈ ഭൂമിയിലുള്ള ജീവിതത്തെക്കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പക്ഷെ ദൈവം ശ്രദ്ധിക്കുന്നത് നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ്, നിത്യതയെക്കുറിച്ചാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം പദ്ധതി ഇടുന്നത്. ഇവിടെ ഭൂമിയിൽ നമ്മളെ നിർത്തിയിട്ടുണ്ടെങ്കിലും ഭൂമിയല്ല, അല്ലെങ്കിൽ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതമല്ല പ്രൈസ് ദൈവത്തിന്റെ കൺസേൺ. നമ്മളെ എങ്ങനെ നിത്യതയിൽ കൊണ്ടെത്തിക്കണം, അങ്ങനെ അതിലേക്ക് തയ്യാറാക്കണം എന്നുള്ള. നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിലുള്ള പ്രസന്റ് ലൈഫിനെ കുറിച്ചായിരിക്കും നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ളത്. പക്ഷെ ദൈവം കൺസേൺഡ് ആയിട്ടുള്ളത് നമ്മുടെ നിത്യതയെ കുറിച്ചാണ്, നമ്മളെ എങ്ങനെ കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ വിചാരത്തിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പലപ്പോഴും ഭൂമിയിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ നമ്മുടെ താല്പര്യങ്ങളെയും ഒക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യും. പക്ഷെ ദൈവം അതല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അത് ഏത് വിഷയത്തിലാണെങ്കിലും ദൈവത്തിന്റെ ചിന്തകളും ദൈവത്തിന്റെ വിചാരങ്ങളും ദൈവത്തിന്റെ ആഗ്രഹങ്ങളും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളും എല്ലാം ഇപ്പോഴും മനുഷ്യനൊരിക്കലും അതിനെ ആക്കാൻ പറ്റത്തില്ല. അത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ജ്ഞാനം, വിവേകം എല്ലാം ഉയർന്നിരിക്കുന്നു. ഓക്കെ, ഇതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന്റെ ആ അത്യുന്നതമായ വിചാരത്തിലേക്ക്, പദ്ധതിയിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, നമുക്ക് നമ്മെ തന്നെ ആ ഒരു ഉദ്ദേശത്തിലേക്ക് നമുക്ക് തന്നെ സമർപ്പിക്കാം. നമുക്ക് സന്തോഷമായിട്ട് ദൈവത്തിന്റെ ആ പദ്ധതിയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കി ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ ഈ തിരുവചനത്താല് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ക്ലാസ് ഉടനെ തന്നെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ തിരുവചനത്താല് അനുഗ്രഹിക്കട്ടെ.